നമ്മുടെ ഗ്രഹം പ്ലാസ്മ നിറച്ച ഒരു കാന്തിക കവചത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലായ്പ്പോഴും ശാന്തമല്ല. സൂര്യനിൽ നിന്നുള്ള പ്രവർത്തനം ഈ ബഹിരാകാശത്തിലൂടെ തരംഗങ്ങളെ അയക്കാൻ കഴിയും. അവയിൽ ചിലത് ഭൂമിയിലെത്തി നമ്മുടെ പവർ ഗ്രിഡിനെ വരെ ബാധിക്കാം. സൗരവികിരണങ്ങളിൽ നിന്നും മറ്റും നമ്മെ സംരക്ഷിക്കുന്ന പ്ലാസ്മ നിറച്ച കാന്തിക മണ്ഡലത്തിനുള്ളിലാണ് നമ്മുടെ ഭൂമി. സൂര്യന്റെ പ്രവർത്തനങ്ങൾ ബഹിരാകാശത്തേക്ക് തരംഗങ്ങളെ അയക്കുന്നു. ഇവ ഭൂമിയിലെത്തി നമ്മുടെ പവർ ഗ്രിഡിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തരംഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു. ഇതിനായി നാസയുടെ ഹാപ്പ് പ്രോജക്റ്റ് ഒരു തനതായ സമീപനം സ്വീകരിക്കുന്നു. ബഹിരാകാശ കാലാവസ്ഥയിൽ പങ്കുവഹിക്കുന്ന ഒരു പ്രത്യേകതരം പ്ലാസ്മ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു. ഹാപ്പ് ടീം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ ബഹിരാകാശത്തെ ഒരു ഭീമാകാരമായ വീണയായി താരതമ്യം ചെയ്യുന്നു. കാന്തിക മണ്ഡലത്തിന്റെ അളവുകൾ ഹാപ്പ് ടീം ശബ്ദമാക്കി മാറ്റി. ഈ ശബ്ദപരിഭാഷ ഹാപ്പ് പ്രോജക്റ്റ് വോളണ്ടിയർമാരെ പ്ലാസ്മ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവരുടെ ചെവി ഉപയോഗിക്കാൻ അനുവദിച്ചു. ഹാപ്പ് പ്രോജക്റ്റ് വോളണ്ടിയർമാർ തങ്ങളുടെ ശ്രവണശേഷി ഉപയോഗിച്ച് ബഹിരാകാശ കാലാവസ്ഥയിൽ പങ്കുവഹിക്കുന്ന പ്ലാസ്മ തരംഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നാസയുടെ തെമിസ് ദൗത്യത്തിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ചാണ് വോളണ്ടിയർമാർ പഠനം നടത്തിയത്. എന്നാൽ അവർ കേട്ടത് എല്ലാവരെയും അമ്പരപ്പിച്ചു. കാരണം വോളണ്ടിയർമാർ അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തൽ നടത്തി. ഭൂമിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ കുറഞ്ഞ പിച്ചുകളും അടുത്തുവരുമ്പോൾ ഉയർന്ന പിച്ചുകളുമാണ് ശാസ്ത്രസംഘം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചില പ്ലാസ്മ തരംഗങ്ങൾ നേരെ വിപരീതമായ പാറ്റേൺ വെളിപ്പെടുത്തി. ചില പ്ലാസ്മ തരംഗങ്ങൾ ഭൂമിയോടടുത്ത് താഴ്ന്ന പിച്ചുകളും അകലെ ഉയർന്ന പിച്ചുകളുമാണ് കാണിച്ചത്. ഈ അപാകത കണ്ടെത്താൻ സഹായിച്ചതിൽ ഹാപ്പ് വോളണ്ടിയർമാർ അതീവ സന്തുഷ്ടരായിരുന്നു. ഇത് ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റുകളെ നന്നായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും. ഈ പുതിയ കണ്ടെത്തൽ ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റുകളുടെ സ്വഭാവം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തിന് സഹായകമാകും. ഒരു വോളണ്ടിയർ ഇങ്ങനെ പറഞ്ഞു: എന്റെ സുഹൃത്ത് പങ്കെടുത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഫിസിക്സ് മേജർ മാറ്റണമെന്ന് തോന്നുന്നു. ഇത് വളരെ മികച്ചതായിരുന്നു.